ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റാഗി ഇഡ്ലിയുടെ വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇഡ്ലി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ റാഗി ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റാഗിയൊക്കെ നമുക്ക് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് റാഗിയാണ്. ഇപ്പോൾ അതാ 1.5 കപ്പ് റാഗി ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 3/4 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി അല്ലെങ്കിൽ ഇഡ്ലി റൈസ് ഏതായാലും മതി. ഇപ്പൊ അതാ 3/4 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവയാണ്, മുഴുവനെയുള്ള ഉലുവ. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യയിലും നന്നായിട്ട് കഴുകിയെടുക്കുക. റാഗിയിലൊക്കെ നിറയെ അഴുക്കുണ്ടായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് പോണയിടം വരെ, വെള്ളം തെളിയണ വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതാ നമ്മുടെ റാഗിയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ റാഗിയൊക്കെ മുങ്ങിക്കിടക്കണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 അല്ലെങ്കിൽ 6 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 5-6 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ റാഗിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. എന്നിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മുടെ റാഗി വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട്. റാഗിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതിവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഈ അവൽ നമുക്കൊരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർക്കണം. അവൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ, അത് കാരണമാണ് നമ്മൾ നേരത്തെ റാഗിയുടെ കൂടെ കുതിർക്കാൻ വയ്ക്കാത്തത്. 1/2 കപ്പ് അവലാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ കളറുള്ള അവലാണ് എടുത്തേക്കുന്നത്. വൈറ്റ് കളറുള്ള അവലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അവല് കുതിരാൻ മാത്രമുള്ള വെള്ളം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം അതാ നമ്മൾ അവല് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ട നമ്മുടെ അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ബൗൾ എടുക്കാം. ഈ മിക്സി ബൗളിലേക്ക് നമുക്ക് നമ്മുടെ റാഗി ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം പകുതി റാഗി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ അവലിന്റെ പകുതിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മിക്സി ബൗൾ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഐസ് ക്യൂബ് ചേർക്കുമ്പോൾ നമ്മുടെ മിക്സി ബൗൾ ചൂടാകിയല്ല. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്തോരം നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കാമോ അത്രയും നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതാ നമ്മുടെ മാവ് അരച്ചൊന്ന് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ നല്ല ഫൈനായിട്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. നമ്മുടെ ബാക്കിയുള്ള അവലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണത്. ആദ്യം അരയ്ക്കാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും അരയ്ക്കാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മാവിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പം ഞാനിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഡ്ലി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. കുറവാണെങ്കിൽ നമുക്ക് പുളിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി കൈ വെച്ച് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് പൊങ്ങണത്. നന്നായിട്ട് പുളിച്ച് പൊങ്ങിയ മാവ് ഉപയോഗിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പുളിക്കാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കാം. പുളിക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസം വരും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പുളിക്കാൻ കുറച്ച് സമയമെടുക്കും. ചൂട് സമയമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുളിച്ചു പോകും. നന്നായിട്ട് പുളിച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാവുള്ളൂ. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടുന്നത്. ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഞാനിപ്പോൾ ഇത് വൈകിട്ടാണ് അരച്ച് വയ്ക്കുന്നത്. ഇനി ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ടാവും.
എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ പാത്രം ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്ററാണ്. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കറക്റ്റാണ്, അത് കാരണം ഞാൻ ഇനി ചേർക്കണമൊന്നുമില്ല. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് നന്നായിട്ട് പൊങ്ങി വരണം നമ്മുടെ ഇഡ്ഡലി. ഇതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ മാവെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഇപ്പൊ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഇഡ്ഡലി സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തോന്ന്. വെന്തില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിലെടുത്ത് വെക്കാം. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ട് ഈ തട്ടിൽ നിന്ന് എടുക്കാം. കുറച്ചു നേരം വെച്ചാൽ മതി. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അത് കാരണം ഒത്തിരി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ ഇഡ്ഡലിയുടെ ചൂട് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ടേസ്റ്റും അതേപോലെ തന്നെ സൂപ്പറാണ്. ഇതേ മാവ് ഉപയോഗിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കണം. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ഈ ഇഡ്ഡലി നമ്മൾ സാമ്പാറും ചട്നിയൊക്കെ വെച്ച് സെർവ് ചെയ്യാം. നമ്മൾ സാധാരണ അരി ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാവരും നമ്മുടെ റാഗി ഇഡ്ഡലി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.